ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനുണ്ടല്ലോ ഏത് വീഡിയോ ഇട്ടാലും ലോങ് വീഡിയോ ആയിക്കോട്ടെ ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ, അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് നേരമേ ആൾക്കാർ കാണത്തുള്ളൂ. വന്നേച്ചിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ്, രേൻ ചേച്ചി ഈ വീഡിയോ അല്ല, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വീഡിയോ, ആ 12 പോലെയുള്ള ഒരു വീഡിയോ ചെയ്യുമോ? അതിൽ 100-ൽ ഈ 12 ചെയ്തിട്ട് ഒരു 98 പേർക്കും കാര്യം സാധിച്ചിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ കുറവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് അത് നടക്കാതെ പോയിട്ടുള്ളതെന്നും ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇട്ട ഒരു ഷോർട്ട് വീഡിയോ നിങ്ങളതൊന്ന് കണ്ടു നോക്കിക്കേ. അതിലെ കമൻറ്റിൻ്റെ അകത്ത് വന്ന് ചേച്ചി 12 വീഡിയോ ഒന്നുകൂടെ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഈ 12 വീഡിയോ പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും ഞാൻ ഈ 12 പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ വഴക്കിടുമെന്ന് ഞാൻ പറഞ്ഞു. മറ്റുള്ളത് എന്തെങ്കിലും അവർക്ക് വേണം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാമേ. നമുക്ക് ഒരു കാര്യവും ചെയ്തിട്ട് നടക്കുന്നില്ല. ഇപ്പം കല്യാണം ആയിക്കോട്ടെ, വസ്തുവിൽപ്പന ആയിക്കോട്ടെ, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങളുടെ പ്രശ്നമായിക്കോട്ടെ, വല്ല ബാങ്കിൻ്റെ ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാതെ വന്ന ഒരു സ്റ്റേജ് ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമായിക്കോട്ടെ, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാതെ ആൾക്കാർ ഓർക്കും നമ്മളൊരു വീഡിയോ പറഞ്ഞു തരുമ്പോൾ അത് കൊണ്ടോ കൂടോത്രോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളും പ്രതീക്ഷിക്കുന്നത് എന്നിൽ നിന്ന് ഇങ്ങനെയുള്ള വീഡിയോയാണെന്ന്. ഞാൻ അല്ലാത്ത കുറേ ലോങ് വീഡിയോകളും ഷോർട്ട് വീഡിയോകളും ഇട്ടു. നോർമലി ഉള്ളത്, അതായത് ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളും അല്ലെ പൊതുവായിട്ട് നമ്മൾ പൊതുസമൂഹത്ത് നടക്കുന്ന കാര്യങ്ങളും ഒക്കെയുള്ള വീഡിയോകൾ ഇട്ടിട്ടുണ്ടല്ലോ. ആൾക്കാർ കുറച്ച് കാണും, ഒരു മിനിറ്റ് പോലും അത് കാണില്ല. എന്നുവെച്ചിട്ട് അത് തട്ടി മാറ്റിക്കളെ. ഇങ്ങനെയുള്ള വീഡിയോകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എൻ്റെ ഇങ്ങനെയുള്ള വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇടുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന, അല്ലെ നമ്മുടെ തൊട്ടടുത്തുള്ള കുടുംബത്തിൽ, അല്ലെ ബന്ധുക്കളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാവും ഞാൻ ഇടുന്നത്. നിങ്ങൾ അതും കൂടെ കണ്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ? അല്ല ഈ ഒരു വീഡിയോയ്ക്ക് മാത്രമാണോ എനിക്ക് പ്രോത്സാഹനം തരേണ്ടത്? ഞാനും നിങ്ങളിൽ ഒരാളല്ലേ. അപ്പം ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രോത്സാഹനവും എനിക്കുണ്ടാവണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാവേ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനിറങ്ങിയാലും നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നു, പോകുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം പകുതി എത്തുമ്പോഴത്തേനും അതിന് മുടക്കം വരുന്നു, ഒരു കാര്യവും പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഇട്ട് വെച്ചേക്കുന്ന തേങ്ങ എടുക്കരുത്. പച്ച തേങ്ങ എന്ന് വെച്ചാൽ തലേദിവസമോ അല്ലെ അതിന് 2 ദിവസം മുമ്പ് ഇട്ടതാണേലും പച്ചയായിരിക്കണം, ഉണക്കത്തേങ്ങ ആയിരിക്കരുത്. അപ്പം ഇട്ട തേങ്ങ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി തുടച്ച് എടുക്കുക. ഇതുപോലൊരു തേങ്ങ. ഇത് അത്ര വലിയ പച്ച തേങ്ങ എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുക്കുന്നതാണ് കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇതുപോലൊരു തേങ്ങ എടുത്തിട്ട് ഇങ്ങനെ കൈവച്ച്, നിങ്ങൾക്ക് എന്ത് കാര്യമാണോ, കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളാണ് വരുന്നതെങ്കിലും എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നടക്കാനുള്ളത്, ഏത് കാര്യങ്ങളുടെ ഇടയിലാണോ കാര്യതടസ്സം വരുന്നത്, ആ കാര്യം മനസ്സിൽ ഓർത്തിട്ട് ഈ തേങ്ങ ഇങ്ങനെ പിടിക്കും. ഇത് പൊതിക്കുവോ എടുക്കുവോ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ തന്നെ ഈ തേങ്ങ എടുത്തേച്ചും കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങൾ എന്താണോ നമുക്ക് നടക്കാനുള്ളത്, ഈ തേങ്ങ നമ്മൾ ഏത് ഇഷ്ട ദൈവത്തെയാണോ വിചാരിക്കുന്നത്, അല്ലെ നമ്മൾ ഏത് ഇഷ്ട ദൈവത്തോടാണോ നമ്മുടെ കാര്യങ്ങൾ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത്, അപ്പം ഈ തേങ്ങായയിലോട്ട് ഇങ്ങനെ കണ്ണൊന്നും അടയ്ക്കാതെ ചിമ്മാതെ നമ്മുടെ കാര്യം സാധിക്കാനുള്ള കാര്യം നമ്മൾ ഈ തേങ്ങയിൽ നോക്കി പറയും. ഇത് തേങ്ങയാണെന്ന് സങ്കല്പിക്കരുത്, നമ്മൾ വിളിക്കുന്ന ഇഷ്ട ദൈവമാണെന്ന് സങ്കല്പിച്ച് നമ്മളിങ്ങനെ, എന്ത് നല്ല കാര്യത്തിന് നമ്മൾ തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. ഗണപതിക്ക് വയ്ക്കാനായിട്ട്, നമ്മൾ മരണാനന്തര ചടങ്ങുകൾക്ക്, എന്ത് ചടങ്ങിനും നമ്മൾ തേങ്ങ ഉപയോഗിക്കാത്ത ഒന്നുമില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ തേങ്ങ എല്ലാ ദിവസവും എടുത്ത് പ്രാർത്ഥിക്കുക. ഈ തേങ്ങ ഇങ്ങനെ ചുമ്മാ വെച്ചാൽ പോരാ കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ഇങ്ങനെ എടുത്തിട്ട്, ക്രിസ്ത്യൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? നല്ല ഈ വശമുണ്ട്, ഇതുപോലെ കറവലോ ഇതോ ഒന്നും വീണതായിരിക്കരുത്. മറ്റൊരു പച്ചത്തേങ്ങ ഇല്ലാഞ്ഞിട്ടാണ് നിങ്ങളിത് കാണിക്കുന്നത്. അപ്പം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഹിന്ദുക്കളാണെങ്കിൽ ഈ ഓം എഴുതുക തേങ്ങായേൽ. ക്രിസ്ത്യൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അവർ സാധാരണ കുരിശല്ലേ വരയ്ക്കുന്നത്. മുസ്ലിങ്ങൾ എന്താണോ കർമ്മം ചെയ്യുന്നത്
അത് തേങ്ങായിൽ എഴുതുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് രാവിലെ ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വൈകിട്ട് നമ്മുടെ എല്ലാ ജോലികളും കഴിഞ്ഞ് നമ്മൾ ഇതിന് ഉറപ്പായിട്ട് നമ്മൾ കുളിച്ച് ദേഹശുദ്ധി വരുത്തിയിരിക്കണം. 21 ദിവസത്തെ നോയമ്പും വേണം. ഇറച്ചി, മീന്, മുട്ട, ശരീര നോയമ്പൊക്കെ മസ്റ്റായിട്ടും വേണം. കറക്റ്റായിട്ട് നിങ്ങൾ നോയമ്പെടുത്ത് വേണം 21 ദിവസവും ഇത് ചെയ്യുക. ഇത് ഇന്ന് എഴുതിയത് നാളെ മായ്ച്ച് കളഞ്ഞിട്ടല്ല എഴുതേണ്ടത്. ഇന്നിപ്പോൾ എഴുതി നമ്മൾ ഇന്ന് വൈകിട്ട് രാത്രി 10 മണിക്ക് ശേഷം എഴുതിയാൽ മതി. നമ്മൾ കിടക്കാൻ വരുമ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് 10 മണിക്ക് ശേഷം എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ വേണേലും നിങ്ങൾക്ക് എഴുതാം. അല്ല ഇതിൻ്റെ അടിയിലോട്ടാണേലും ഈ ആദ്യം എഴുതിയ ഓമിൻ്റെ അടിയിലോട്ടാണേലും ഇങ്ങനെ എഴുതാം കേട്ടോ. ഇതിനും പച്ച മഷിയോ ഇതുപോലെ റെഡ് മഷിയോ മതി. ഇതിന് സ്കെച്ച് പേന ഉപയോഗിക്കണം കേട്ടോ. നോർമലി മഷിപ്പേന ഇതിന് പറ്റത്തില്ല. നമ്മളിങ്ങനെ കുത്തി പിടിച്ച് നോർമലിലെ മഷിപ്പേന എഴുതുമ്പോൾ ഈ തേങ്ങയുടെ തൊണ്ട് പൊട്ടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ നിപ്പ് കൊണ്ട് ഇതൊരിക്കലും ഇതിൻ്റെ തൊണ്ടിൽ പാട് വീഴാനോ സ്ക്രാച്ച് വീഴാനോ പൊട്ടാനോ പാടില്ല കേട്ടോ. പൊട്ടരുത് എന്ന് വെച്ചിട്ട് നമ്മൾ ഇതെന്താ ചെയ്യണ്ടേ? നമ്മുടെ ഇഷ്ടദൈവം ഏതാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 21 ദിവസം വരെ നമ്മൾ ചെയ്തു. 22ാം ദിവസം നിങ്ങൾക്ക് ശരീര ശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരീരം ശുദ്ധി ആയിക്കഴിഞ്ഞ്, അതായത് പീരിയഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവില്ല, ആയിക്കഴിഞ്ഞ് നമ്മൾ ഇത് കൊണ്ടുപോയി നിങ്ങൾ ഏത് അമ്പലത്തിൽ ഏത് ദൈവത്തിനെ ഓർത്തണം ആ അമ്പലത്തിൽ ഈ തേങ്ങ കൊടുക്കണം. പള്ളിയിലാണേലും കൊടുക്കണം, മുസ്ലിം പള്ളിയിലാണേലും അങ്ങനെ തന്നെ. നമ്മുടെയൊക്കെ വീട്ടിൽ ആദ്യമേ കഞ്ഞി ഒരു തേങ്ങ കായ്ച്ചു, അല്ലെങ്കിൽ ഒന്ന് കൊയ്ത്തുകാലമൊക്കെ ആണെങ്കിൽ നെല്ല് ഇതൊക്കെ കൊണ്ട് നമ്മളൊരു വാഴക്കൊല ഒക്കെ കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളുടെ എത്ര നടക്കാത്ത കാര്യവും നടക്കും കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്കൊരു സംശയം തോന്നാം, അമ്പലത്തിലായാലും പള്ളിയിലായാലും ഒക്കെ ഇത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇതിൽ ഈ എഴുത്ത് കാണത്തില്ല എന്നുള്ളൊരു വിചാരം കാണും. നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ എവിടെ കൊണ്ടുപോയി കൊടുത്താലും നമ്മൾ ഇത് കഴുകി തുടച്ച് വൃത്തിയാക്കി ശുദ്ധവൃത്തിയോട് കൂടി വേണം തേങ്ങയും കൊണ്ട് നമ്മൾ കുളിച്ചൊക്കെയല്ലേ പോണത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിൽ ഇത്രയും ദിവസം ഇരിക്കുന്നതാണ്. നമ്മളിത് കഴുകി ഇതെല്ലാം മായ്ച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ കൊണ്ടുപോയി കൊടുക്കാനായിട്ട്. ഇനിയിപ്പം വിഘ്നേശ്വരന് ഗണപതിയുടെ അമ്പലത്തിലാണ് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് പൊതിച്ചും കൊണ്ടുപോയി കൊടുക്കാം. അതിനും കുഴപ്പമില്ല കേട്ടോ. ഗണപതിയുടെ അമ്പലത്തിൽ തന്നെയല്ല പള്ളിയിലായാലും നമുക്ക് പൊതിച്ചു കൊണ്ടുപോകാം. നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അങ്ങനെ കൊണ്ട് കൊടുക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതെല്ലാം കഴുകി തുടച്ച് ഞാൻ ഇതേപടിയാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കണം. 12 കഴിഞ്ഞും ഫലപ്രാപ്തിയുള്ളൊരു വീഡിയോയാകട്ടോ. ഈ കർമ്മം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. 21 ദിവസവും മസ്റ്റായിട്ട് നിങ്ങൾ നോയമ്പ് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യം നടക്കും. 22ാം ദിവസം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 22ാം ദിവസം തന്നെ കൊണ്ടുപോയി അമ്പലത്തിലായാലും പള്ളിയിലായാലും കൊണ്ടു കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു 7 ദിവസത്തിനുള്ളിൽ, 22ാം ദിവസം പോയില്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ഇത് നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് ഇത് എത്തിക്കണം. വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പിന്നെ ഇത് നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്ത് മാത്രമേ എടുക്കാവുള്ളൂ. ഇത് നമ്മൾ സുരക്ഷിതമായ സ്ഥലത്തെടുക്കണം. കൊച്ചുപിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണ് ഇത് ഉരുട്ടിക്കളിക്കാനും ബോള് തട്ടിക്കളിക്കാനും ഒന്നും സമ്മതിക്കരുത് കേട്ടോ. ഇതിലൊരു ഈശ്വര ചൈതന്യം ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് നമ്മൾ വൃത്തിയും മേനയും വെടുപ്പും ഉള്ള വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് വെക്കണം കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് അറിയാമായിരുന്നെങ്കിൽ ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കെ.